കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാധുനിക പരിശോധനാ ചികിത്സാ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാകുന്നത് രോഗികളെ പ്രതിസന്ധിയിലാക്കുന്നു. മാമോഗ്രഫി യൂണിറ്റും ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് അനിവാര്യമായ ഹാർട്ട് ലങ് മെഷീനും തകരാറിലായതോടെ ചികിത്സയും പരിശോധനയും വൈകി. കഴിഞ്ഞ 5 മാസമായി മാമോഗ്രഫി യൂണിറ്റ് പൂർണ്ണമായും പ്രവർത്തിക്കുന്നില്ലെന്നാണ് പരാതി. ഇതോടെ സ്ഥാനാർബുദം ഉൾപ്പെടെ രോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ നിർണായകമായ പരിശോധന ലഭിക്കാതെ രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയോ കാത്തിരിക്കുകയോ ചെയ്യേണ്ട അവസ്ഥയാണ്. ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന 2 ഹാർട്ട് ലങ് മെഷീനുകൾ ഒന്ന് തകരാറിലായതോടെ പ്രതിദിന ശസ്ത്രക്രിയയുടെ എണ്ണവും 5-ൽ നിന്നും 2 കുറഞ്ഞു. നിലവിൽ 980 രോഗികളാണ് ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുന്നത്. മെഷീൻ തകരാറിലായതോടെ പുതിയ രോഗികൾക്ക് ശസ്ത്രക്രിയാ തീയതി നൽകാൻ പോലും കഴിയാത്ത സാഹചര്യവുമുണ്ട്. 5 ലക്ഷം രൂപ വരെ മുടക്കി സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്താനാകാത്തതിനാൽ പലരും ജീവൻ പണയം വെച്ചും തങ്ങളുടെ ഊഴത്തിനായി മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ്. 14 വർഷം പഴക്കമുള്ള ഹാർട്ട് ലങ് മെഷീൻ മാർച്ച് അവസാനത്തോടെ തകരാറിലായിരുന്നു. പലതവണ അറ്റകുറ്റപ്പണി നടത്തിയിട്ടും പ്രവർത്തനക്ഷമമാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. അതേസമയം മാമോഗ്രഫി യൂണിറ്റ് പൂർണ്ണമായും നിലച്ചിട്ടില്ലെന്നും നിശ്ചിത സമയത്തേക്ക് പ്രവർത്തിക്കുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ വിശദീകരിക്കുമ്പോൾ യൂണിറ്റ് പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണെന്നാണ് ജീവനക്കാരുടെ വാദം. ജനം, കോഴിക്കോട്.